ദുബായ് ഗവൺമെന്റ് സെക്ടറിൽ വിവിധ ജോലികൾക്കായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സ്കിൽഡ് ആയിട്ടുള്ള ഫോറിൻ പ്രൊഫഷണലുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, IT, ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ സർവീസ് തുടങ്ങിയ നിരവധി മേഖലകളിലേക്കാണ് ജോലി അവസരങ്ങൾ വരുന്നത്. ഇതിനായിട്ട് www.dubaikareers.ae എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് വേണം ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ അയക്കാൻ. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓൾറെഡി പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, പ്രൊഫൈൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വേണം ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഈ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ CV, ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ സബ്മിറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ UAE റെസിഡൻസ് ആണെങ്കിൽ ID എല്ലാം തന്നെ സമർപ്പിക്കാം. നിങ്ങൾ സ്കിൽഡ് ആയിട്ടുള്ള, യോഗ്യരായിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ജോലി അവസരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനായിട്ട് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം, www.dubaikareers.ae. ചൂട് കൂടുന്നത് കൊണ്ട് തന്നെ തീപിടുത്ത സാധ്യതയും സാഹചര്യവും ഒക്കെ വർദ്ധിക്കുമെന്ന് വിവിധ എമിറേറ്റുകളുടെ സിവിൽ ഡിഫൻസ് അതോറിറ്റി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇപ്പോഴിതാ ഇന്ന് ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 6-ൽ തീപിടുത്തമുണ്ടായതായിട്ട് സിവിൽ ഡിഫൻസ് അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 9:45 കൂടി ആകാശത്തേക്ക് ഒരു വലിയ പുക ഉയരുകയും പരിസരവാസികളെല്ലാം ഇത് കാണുകയും ചെയ്തു. അഗ്നിശമന സേനാംഗങ്ങൾ പെട്ടെന്ന് തന്നെ എത്തി തീ അണച്ചു. ആളപായവും മറ്റ് വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് സിവിൽ ഡിഫൻസ് അതോറിറ്റി പറയുന്നത്. ഇന്ന് ജൂൺ 11 മുതൽ UAEയിൽ താപനിലയിൽ വീണ്ടും വർധനവുണ്ടാകുമെന്നാണ് NCMന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് പ്രകാരം ഹ്യൂമിഡിറ്റിയും വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. ഹ്യൂമിഡിറ്റി 60% മുതൽ 80% വരെ വ്യത്യാസപ്പെടുമെന്ന് കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മെയ് മാസം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ UAEയുടെ ചരിത്രത്തിൽ തന്നെ കഴിഞ്ഞ 20 വർഷത്തിൽ ഒരിക്കൽ പോലും റിപ്പോർട്ട് ചെയ്യാത്ത അത്ര ചൂടാണ് മെയ് മാസത്തിൽ അനുഭവപ്പെടുകയുണ്ടായത്. അബുദാബിയിലെ സ്വൈഹാനിയിൽ 51.6 ഡിഗ്രി സെൽഷ്യസ് ആണ് മെയ് മാസത്തിൽ രേഖപ്പെടുത്തിയത്. 2003 ശേഷം ഇത്രയും കൂടുതൽ ചൂട് മെയ് മാസത്തിൽ രേഖപ്പെടുത്തുന്നത് ആദ്യമായിട്ടാണ്. ഇതൊരു ക്ലൈമറ്റ് ഷിഫ്റ്റിനെയാണ് കാണിക്കുന്നത് എന്നാണ് NCM പറയുന്നത്. ഈ കാലാവസ്ഥാ മാറ്റം ഇത്തരത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ജൂൺ മാസത്തിലും വലിയ ചൂട് പ്രതീക്ഷിക്കാം, വലിയ ഹ്യൂമിഡിറ്റി തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ, ഈ 311 റോഡിൽ വലിയ ലോറികൾ മൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കിൽ ജനുവരി മുതലുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ 137 അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് പറയുന്നത്. ഇതോടുകൂടെ തന്നെ 6 മരണങ്ങൾ കൂടി രേഖപ്പെടുത്തിയതായിട്ട് ഫെഡറൽ നാഷണൽ കൗൺസിലാണ് ഇക്കാര്യം ഇന്ന് അറിയിച്ചിരിക്കുന്നത്. ഈ റോഡിൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനും പ്രദേശത്തെ തിരക്ക് ലഘൂകരിക്കുന്നതിനുമായിട്ട് യെല്ലോ ബോക്സ് സംവിധാനം ഗതാഗത കുരുക്ക് പരിഹാരത്തിന് ഏർപ്പെടുത്തിയതായിട്ട് കൂടി മന്ത്രാലയം ഇതോടൊപ്പം പറയുന്നുണ്ട്. ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് 2025 ജൂൺ 11. Night updates supported by Tasi Gold and Diamonds, Partha Signature, Abu Shagara, Sharjah, Time Express Cargo, Marmam Diary, TMG Global Business Setup, 123 Cargo, Prime Medical Center, Lucky Center, Kalyan Jewelers, Lulu, Gold Star Rent-A-Car, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket,